പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തിന്മയിൽ നകന്ന് നന്മ ചെയ്യുക, നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും എന്ന് അരുളി ചെയ്ത ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നല്ല ജീവിതത്തിന് വിലയുണ്ട് എന്നതിനെ കുറിച്ചാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന അനേകം വ്യക്തികളിലും കുടുംബങ്ങളിലും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മ അഭിഷേകങ്ങളും സ്വർഗീയ ഇടപെടലുകളും സമൃദ്ധമായി സംഭവിച്ചതിന്റെ നിരവധി സാക്ഷ്യങ്ങൾ അച്ഛന് കത്ത് മുഖേനയും ഫോൺ മുഖേനയും ലഭിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പാലായിൽ നിന്നുള്ള ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന സാക്ഷ്യമാണ് ഇത്. ഞങ്ങൾ പാലാ രൂപതയിൽപ്പെട്ടവരാണ്. സ്ഥിരമായി ഞായറാഴ്ച 8:30 ഷാലോമിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ട്. എന്റെ അമ്മയ്ക്ക് 4 മാസമായിട്ട് എന്തോ രോഗമായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ച് അവർക്ക് ആർക്കും കൃത്യമായി രോഗം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. ഒരുപാട് മരുന്നുകൾ മാറി മാറി പ്രയോഗിച്ചു നോക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാലോമിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുത്തത്. ഞങ്ങൾ ഒരുമയോടെ യേശുക്രിസ്തുവിനെ വിളിച്ച് ഞങ്ങളുടെ അമ്മയുടെ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഫലമായി ഞങ്ങളുടെ അമ്മയുടെ രോഗം സൗഖ്യപ്പെട്ടു. നടക്കാൻ പറ്റാതിരുന്ന അമ്മ എഴുന്നേറ്റ് നടന്ന് ഇടവക പള്ളിയിൽ പോയി ബലിയർപ്പിച്ച്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പാലായിൽ നിന്ന് ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേലുണ്ടായിരുന്ന രോഗപീഠ ഒഴിഞ്ഞുപോയി. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെയാണ്. ആ വ്യക്തിയുടെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് ലീലാമ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ ഞായറാഴ്ചയും ഷാലോം ടീമിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുള്ള കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ അത് വീണ്ടും കാണും. അതിലൂടെ 18 വർഷമായി എനിക്കുണ്ടായിരുന്ന അലർജിയുടെ രോഗപീഠ പൂർണ്ണമായും മാറി. എന്റെ അലർജി എന്ന് പറയുന്നത് എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത വിധം എന്നെ പീഡിപ്പിക്കുന്ന ഒരു അലർജി രോഗമായിരുന്നു. തുമ്മലിന്റെ പ്രശ്ന നിമിത്തം എന്തു പണി ചെയ്യുമ്പോഴും അടുക്കളയിലാണെങ്കിൽ പോലും മൂക്ക് മൂടിക്കെട്ടിയാണ് ഞാൻ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതും ഭക്ഷണ സംബന്ധമായ അലർജിയും വിട്ടുമാറി. കൂടാതെ കഫക്കെട്ടിന്റെ രോഗവും എന്റെ യേശു സുഖപ്പെടുത്തി എന്നെ അനുഗ്രഹിച്ചു. കഴിഞ്ഞ കൊല്ലം ഈ സമയം ഈ അസുഖം വന്നപ്പോൾ ബോധം നഷ്ടപ്പെട്ട് 2 ദിവസം ICUവിൽ കിടക്കേണ്ടി വന്നു. ആ സമയത്തെല്ലാം മരിക്കാൻ പോകുന്ന പീഡയായിരുന്നു. ഭക്ഷണത്തിന്റെ അലർജിയാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അതും മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 അലർജി പീഡ, തുമ്മലിന്റെ അലർജിയും ഭക്ഷണത്തിന്റെ അലർജിയും, അത് എടുത്തു മാറ്റി 18 വർഷമായ പീഡയിൽ നിന്ന് ഈ മകളെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. ഇതാ മറ്റൊരു സാക്ഷ്യം. ഞാൻ ഒരു CMC സിസ്റ്ററാണ്. മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും ഷാലോം ടിവിയിലെ 8:30 അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ അനുജത്തിയുടെ മകന്റെ SSLC പരീക്ഷാ വിജയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ എന്റെ അപ്പൻ ആക്സിഡന്റിൽപ്പെട്ട് തലയോടിന് കനത്ത ക്ഷതമേറ്റ് അവസ്ഥയിലായിരുന്നു. ഞാൻ എന്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ എന്റെ അപ്പന്റെ BP വളരെ കൂടുതലായിരുന്നു. അതും ശരിയാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ യേശുക്രിസ്തു എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അനുജത്തിയുടെ മകന് നല്ല വിജയം നൽകി അനുഗ്രഹിച്ചു. എന്റെ അപ്പന്റെ തലയോട് സംബന്ധമായ ക്ഷതം സൗഖ്യപ്പെട്ട് എന്റെ അപ്പൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലായി. എന്റെ അപ്പന്റെ BP രോഗം നോർമലായി. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം എന്റെ കുടുംബത്തിൽ സമൃദ്ധിയിൽ അനുഭവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു സിസ്റ്റർ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. കിലോമീറ്ററുകൾക്ക് അകലെ ഭവനത്തിലുള്ള രോഗികളായിരുന്നവർ അത്ഭുത സൗഖ്യം പ്രാപിച്ചു. ഭവനത്തിൽ തടസ്സങ്ങളുണ്ടായിരുന്നവരുടെ തടസ്സങ്ങൾ വിട്ടുപോയി. പ്രൈസ് ദ ലോർഡ്. ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സാധ്യമാണ്. ഹല്ലേലൂയ. ഇതാ മറ്റൊരു സംഭവം. കൊല്ലത്ത് നിന്ന് സുജാത സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ പേര് സുജാത. ഞാനും എന്റെ കുടുംബവും അഭിഷേകാഗ്നി പ്രോഗ്രാം കാണും. അത് വലിയൊരു സന്തോഷമാണ്. 6 മാസത്തിന് മുമ്പ് എന്റെ കാലിന്റെ ഒരു വിരല് പഴുത്തിരിക്കുകയായിരുന്നു. ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് തന്നെ എന്റെ കാലിൽ എന്റെ വ്രണം കരിഞ്ഞു. ഒരു മുറിവ് പോലും ഇല്ലാത്ത വണ്ണം എന്റെ കാല് സുഖം പ്രാപിച്ചു. പ്രൈസ് ദ ലോർഡ്. കൂടാതെ എന്റെ അനുജത്തിയുടെ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങളായിരുന്നു. എന്നാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. എന്റെ അനുജത്തിയുടെ വിവാഹത്തിന്റെ തടസ്സം മാറി. പെട്ടെന്ന് തന്നെ വിവാഹ കാര്യങ്ങൾ ശരിയായി. പ്രൈസ് ദ ലോർഡ്. 5-ാം തീയതി മനസ്സമ്മതവും 29-ാം തീയതി വിവാഹവുമാണ്. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രോഗ്രാം കണ്ട് 1 മാസത്തിനുള്ളിൽ വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറി പെട്ടെന്ന് വിവാഹം നടന്നു. ഹല്ലേലൂയ. ആ സംഭവമാണ് സുജാത കൊല്ലത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്.
ഈ സമയത്ത് യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങളിലും സകല ജീവിതങ്ങളിലും പിതാവായ ദൈവം യേശുവിന്റെ നാമം മഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് എല്ലാ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ ഹൃദയങ്ങളിലേക്കും എല്ലാ ജീവിതങ്ങളിലേക്കും ദൈവമായ കർത്താവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. തടസ്സത്തിലിരിക്കുന്നവർ, മന്ദതയിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, പീഡകളിലിരിക്കുന്നവർ, ഓരോ വ്യതകളിലിരിക്കുന്നവർ, സാമ്പത്തിക ഞെരുക്കത്തിലിരിക്കുന്നവർ, പഠിക്കാൻ കഴിവില്ലാത്തവർ, രാത്രി ഉറക്കം ലഭിക്കാത്തവർ, പലതരത്തിലുള്ള പൈശാചിക പീഡകളിരിക്കുന്നവർ, ഓരോ മകന്റെ മേലും യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ജീവിതത്തിന് വിലയുണ്ട്. ദൈവം തന്റെ പരിശുദ്ധമായ വചനത്തിലൂടെ നൽകിയിരിക്കുന്ന അതിശക്തമായൊരു വാഗ്ദാനമാണ്. കർത്താവിന് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. എന്നാൽ അനേകർക്ക് ഇതിനെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഈ കാലഘട്ടത്തിൽ അട്ടപ്പാടിയിലെ ഒരു കുടുംബത്തിൽ നടന്ന സംഭാഷണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അച്ഛന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു സത്യസന്ധമായി ജീവിക്കുന്ന ഒരു അപ്പൻ, പ്രാർത്ഥനയും ദൈവവിശ്വാസമുള്ള അപ്പൻ, ദേവാലയത്തിൽ ഞായറാഴ്ച തോറും മുടങ്ങാതെ ബലിയർപ്പണത്തിന് പോകുന്ന അപ്പൻ, സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുന്ന കർത്താവിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു അപ്പൻ, ഏതാണ്ട് 10-11 ഏക്കർ സ്ഥലമുണ്ട്, അതിനടുത്ത് കൃഷിയുണ്ട്. അങ്ങനെ ഒരുവിധം ഒരു ഇടത്തരം ജീവിതം നയിച്ചുകൊണ്ടിരുന്ന കുടുംബം. എന്നാൽ മക്കൾ വളർന്നു. യുവാവ് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന പ്രായമായി. ഇപ്പോൾ ഈ യുവാവ് അപ്പനെ നേരെ കയർക്കുകയാണ്. ഈ ഒരു ആയുഷ്കാലം മുഴുവൻ ഈ ഭൂമിക്ക് പുറത്ത് ജീവിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്? ഈ യുവാവ് അപ്പനെ നേരെ കയർക്കുകയാണ്. ഈ യുവാവ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇത്രയും കാലം ജീവിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കാര്യമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചു വെക്കാൻ പറ്റിയോ? അതുകൊണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കട്ടെ. അവന് കഞ്ചാവ് ബിസിനസിന് പോകണം, അവന് കള്ളക്കടത്തിന് പോകണം, അവന് ദുഷ്ടസംഘങ്ങളിൽ ചെന്ന് പെടണം. അവൻ അങ്ങനെ അതിനുവേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. അവൻ പറയുകയാണ്, ഇങ്ങനെ സത്യസന്ധമായി ജീവിച്ചിട്ട് എന്തെങ്കിലും നീക്കുവാക്കി ഉണ്ടോ? ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ചിട്ട് എന്തെങ്കിലും നീക്കുവാക്കി ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്യാവശ്യത്തിന് മുതൽ സ്വത്ത് ഉണ്ട് കുടുംബത്തില്. എന്നാൽ അവനത് പോരാ. ദുർമോഹി, അവന്റെ ഹൃദയം ദുർമോഹത്തിൽ പൂണ്ടു കിടക്കുകയാണ്. ആഴ്ചതോറും ഒന്നും അധ്വാനിക്കാതെ 10,000 കണക്കിന് ഉറുപ്പിക കയ്യിൽ വരണം. ഇതാണ് അവന്റെ ദുർമോഹം. പ്രൈസ് ദി ലോർഡ്. അവൻ അപ്പനെ കുറ്റപ്പെടുത്തുകയാണ്. ഇങ്ങനെ വിശുദ്ധമായി ജീവിച്ചതുകൊണ്ട് എന്ത് കാര്യം? അതുപോലെ ഞാൻ ജനിച്ചു വളർന്ന ആ പട്ടണത്തിൽ ഒരു നല്ലൊരു കോൺട്രാക്ടർ ഉണ്ട്. അദ്ദേഹം സത്യസന്ധമായി കള്ളത്തരം കാണിക്കാതെ, വെട്ടിപ്പ് കാണിക്കാതെ, നീതിനിഷ്ഠമായ മാർഗത്തിൽ ജീവിക്കുകയും എടുക്കുന്ന വർക്കുകളെല്ലാം സത്യസന്ധമായി ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്യുന്ന നല്ലൊരു കോൺട്രാക്ടർ. മറ്റുള്ളവരെ പോലെ ഉന്നതമായ ഒത്തിരി പണം ഇല്ലെങ്കിലും കുടുംബത്തിൽ ആ ദേശത്ത് ഡീസന്റായി ജീവിക്കുന്ന ഒരു കുടുംബം. എന്നാൽ അയാൾക്ക് 2 മക്കളുണ്ടായിരുന്നു. അവർ വളർന്നു വലുതായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അവരുടെ കാലത്ത് അവർ ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ അപ്പൻ സത്യസന്ധമായി നീതിനിഷ്ഠമായി ജീവിച്ചു, വലിയ ഉയർച്ചയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ കള്ളത്തരത്തിനും വെട്ടിപ്പിനും കൂട്ടുനിൽക്കും, ഞങ്ങൾ കൈക്കൂലിക്ക് കൂട്ടുനിൽക്കും, ഞങ്ങൾ ഞങ്ങളുടെ വഴികൾ നോക്കും, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ പ്രാർത്ഥനാപൂർണമായ ജീവിതം, വിശുദ്ധ ജീവിതം, സത്യസന്ധമായ ജീവിതം അവർക്ക് സ്വീകാര്യമായി തോന്നുന്നില്ല. പിന്നെയോ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. അതിനുവേണ്ടി കള്ളത്തരം കാണിക്കാനും മടിയില്ലാത്തൊരു മനസ്സ് അവരുടെ ഉള്ളിൽ വളർന്നു വന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് 1-2 കുടുംബങ്ങളിലല്ല, ഇത് അനേകം കുടുംബങ്ങളിൽ, അനേകം തലമുറകളിൽ ഇന്നത് വ്യാപിക്കുകയാണ്. ഇന്ന് വളർന്നു വരുന്ന തലമുറകളിൽ ഒരു വലിയ പറ്റം ദൈവമക്കൾക്കും ഒരു വലിയ പറ്റം ആളുകൾക്കുമുള്ള ഒരു ആഗ്രഹമാണ് അധികം അധ്വാനിക്കാതെ, അധികം മെയ്യനങ്ങാതെ, അധികം വിയർപ്പൊഴുക്കാതെ, അധികം കഷ്ടപ്പെടാതെ കള്ളത്തരത്തിലൂടെ പണം ഉണ്ടാക്കണം എന്നുള്ളത്, അധ്വാനിക്കാതെ നേട്ടം ഉണ്ടാക്കണം എന്നുള്ളത്. കള്ളത്തരം കാണിച്ചാണെങ്കിലും ഒരുപാട് നേടണമെന്നുള്ള ഒരു ദുഷ്ടചിന്ത അനേകം വ്യക്തികളുടെ കുടുംബങ്ങളിൽ ഇന്ന് പിശാച് നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലുള്ള മക്കളെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദുഷ്ടപിശാചിന്റെ ഈ കെണി കടന്നു വരാതിരിക്കട്ടെ.
ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അധ്വാനിക്കാത്ത സമ്പത്ത് അരുത്, അധ്വാനിക്കാത്ത സമ്പത്ത് അരുത്. അനായാസമായി നേടിയ സമ്പത്ത് അത് ആപത്തിൽ ഉപകരിക്കുകയില്ല. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മാർഗത്തിൽ ജീവിക്കുന്നതിന്, സത്യസന്ധമായി ജീവിക്കുന്നതിന്, ദൈവവിചാരത്തോടെ ജീവിക്കുന്നതിന് വിലയുണ്ട്. അവരെ കർത്താവ് സഹായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയെങ്കിലും കുറെ ഈ ഭൂമിയിൽ തിന്നുകുടിച്ച് മതിച്ച് ജീവിച്ചാൽ അതൊരു ജീവിതമാകുമെന്ന് ധരിച്ചു വശാകരുത്. കുടുംബത്തിന്, ഒരു ജീവിതത്തിന് അതിന്റെ അടിത്തറ വേണം. പിതാക്കന്മാരുടെ സുഹൃതം നിറഞ്ഞ ജീവിതമാണ് മക്കളുടെ കുടുംബത്തിന്റെ അടിത്തറ എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ, പിതാക്കന്മാരുടെ പ്രാർത്ഥന നിറഞ്ഞ ജീവിതം, പിതാക്കന്മാരുടെ സുഹൃതം നിറഞ്ഞ ജീവിതം, പിതാക്കന്മാരുടെ വിശുദ്ധിയുള്ള ജീവിതം, പിതാക്കന്മാരുടെ വചനാധിഷ്ഠിതമായ ജീവിതം, അതാണ് വംശത്തിന്റെയും തലമുറകളുടെയും അടിത്തറ. ആ അടിത്തറ ഉള്ളതുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങൾ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും കാണിച്ചാൽ അടുത്ത തലമുറ വരുമ്പോൾ ദുർമാർഗികളും താന്തോന്നികളും സ്വർഗഭോഗികളും വ്യഭിചാരികളും കള്ളന്മാരും കൊള്ളക്കാരും നിങ്ങളുടെ വംശത്തിൽ നിന്ന് തല ഉയർത്തി വരും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിങ്ങളുടെ പിതാക്കന്മാർ വിശുദ്ധിയോടെ ജീവിച്ച് നിങ്ങളുടെ കുടുംബത്തിന് അടിത്തറയിട്ടതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ കയറാൻ വിസമ്മതിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവവിചാരം നിലനിൽക്കുന്നു. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന നിലനിൽക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവിചാരമുള്ള ജീവിതത്തിന്, നല്ല ജീവിതത്തിന് ദൈവം വില കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഒരു ആവശ്യത്തിൽ കർത്താവേന്ന് വിളിച്ചാൽ കർത്താവ് ഉടനെ ഓടിയിറങ്ങി വരും, അനുഗ്രഹിക്കും. ഇസ്രായേൽ വംശത്തിൽ, യൂദയാ രാജ്യത്ത്, ദൈവത്തിന്റെ ജനത്തിന്റെ മധ്യത്തിൽ വിശുദ്ധിയിൽ ദാവീദിന്റെ മാർഗം അനുസരിച്ച് ജീവിച്ചിരുന്ന രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ പേരാണ് ഹെസക്കിയ രാജാവ്. ദുർമാർഗികളായ പല രാജാക്കന്മാരോട് ഭരണം നടത്തിയിട്ടുണ്ട്. അവർ പലരും കർത്താവിനോട് പലതും പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല. എന്നാൽ ഹെസക്കിയ രാജാവിന്റെ കാലത്ത് ദൈവം യേശയ്യാ പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, നിന്റെ ആയുസ് അവസാനിക്കാൻ പോവുക, നിന്റെ ദിനങ്ങൾ അവസാനിച്ചിരിക്കുന്നു, നിന്റെ ജീവിതം ക്രമപ്പെടുത്തുക, കൊട്ടാരത്തിലെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കാറായിരിക്കുന്നു. അപ്പോൾ ഹെസക്കിയ ചുമരനോട് തിരിഞ്ഞു കടന്ന് കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെസക്കിയായുടെ ഹൃദയത്തിന്റെ ആ വേദന ദൈവം കണ്ട്, തന്റെ പ്രിയൻ ഹൃദയത്തിൽ വേദനിക്കുന്നത് ദൈവം കണ്ട്, ദൈവം അപ്പോ തന്നെ ദൈവത്തിന്റെ തീരുമാനം മാറ്റി. യേശയ്യാ പ്രവാചകൻ കൊട്ടാരത്തിന്റെ അങ്കണം വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം യേശയ്യായെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഹെസക്കിയയുടെ ആയുസ് 15 വർഷം കൂടെ ദീർഘിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് യേശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്. നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് അവിടുന്ന് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. വിശുദ്ധി ജീവിക്കുന്ന, ദൈവവിചാരത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തെ ദൈവം വിലമതിക്കുന്നത് കൊണ്ട് അവൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം അവന് ഉത്തരമരുളും. പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം 10-11 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു, ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. അതിനെ മുറുകെ, ദൈവഭക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ, സത്യസന്ധതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ, പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ വചനം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, അവൻ അതുല്യൻ. അവനോട് തുലനം ചെയ്യാൻ ഈ ഭൂമിയിൽ അവനേക്കാൾ ബഹുമാനിതനായി മറ്റൊരാൾ ഇല്ല പോലും. ഹല്ലേലൂയ, അത്രയും ഉന്നത സ്ഥാനത്താണ് സത്യസന്ധമായി ജീവിക്കുന്ന, വിശുദ്ധി ജീവിക്കുന്ന, ദൈവഭക്തി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ഗണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നല്ല ജീവിതത്തിന് വിലയുണ്ട്, സത്യസന്ധമായ ജീവിതത്തിന് വിലയുണ്ട്. അതാണ് കുടുംബത്തിന്റെ അടിത്തറ. സത്യസന്ധമായ നല്ല ജീവിതം നയിക്കുന്ന പിതാക്കന്മാരുടെ ജീവിതമാണ് ഇന്ന് കുടുംബങ്ങളിലേക്ക് അനർത്ഥം കയറി വരാതെ ഒരു സംരക്ഷണ കോട്ടയായി മക്കളുടെ കുടുംബത്തിന്, മക്കളുടെ ജീവിതത്തിന് സംരക്ഷണമായി നിലകൊള്ളുന്നത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഹൃദയങ്ങളെ അന്ധകാരത്തിന്റെ വഴികളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന എല്ലാ ദുർബോധ ശക്തികളിൽ നിന്ന് ഇപ്പോൾ കുടുംബങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തികളെയും തലമുറകളെയും അന്ധകാരത്തിന്റെ ആധിപത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന
എല്ലാ നാരകീയ സേനകളെയും ദുഷ്ടാത്മ സംഘങ്ങളെയും എല്ലാ വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. നിർവീര്യമാകട്ടെ. വിശുദ്ധ ജീവിതത്തിനും പ്രാർത്ഥനാ ജീവിതത്തിനും വില കൊടുക്കാതെ താന്തോന്നിത്വത്തിനും കള്ളത്തരത്തിനും അശുദ്ധിക്കും തിന്മയ്ക്കും കള്ളക്കടത്തിനും എല്ലാ തരത്തിലുള്ള ദുർമാർഗത്തിനും സ്ഥാനം കൊടുക്കുന്ന തരത്തിലുള്ള ജീവിതങ്ങളിൽ നിന്ന് പിന്തിരിയാൻ തക്കവണ്ണം ഓരോ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവിനെ അയച്ച് പിതാവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അശുദ്ധി വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് അനർത്ഥങ്ങൾ വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് ദുർചിന്തകൾ വിട്ടുപോകട്ടെ, വിപരീത ബുദ്ധി വിട്ടുപോകട്ടെ, മർക്കടമുഷ്ടിച്ചിന്ത വിട്ടുപോകട്ടെ. അന്ധകാരത്തോട് ആസക്തിയുള്ള ദുർമാർഗത്തോട് താല്പര്യമുള്ള ഹൃദയങ്ങളിൽ നിന്ന് ആ തിന്മകൾ ഇപ്പോൾ തകർന്നു പോകട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ, അങ്ങയുടെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ, അങ്ങയുടെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. പിതാക്കന്മാർ തുടങ്ങി വെച്ച വിശുദ്ധ ജീവിതം പൂർത്തിയാക്കാൻ തക്കവണ്ണം മക്കൾക്ക് നല്ല ജീവിതത്തോട് ആവേശം ഉണ്ടാകാൻ തക്കവണ്ണം ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വംശങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യമേ, ദൈവമായെന്നിൽ വാഴുന്ന കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദാനമായെല്ലാം നൽകുന്ന കാരുണ്യമേ. ദിവ്യകാരുണ്യമേ, ദൈവമായെന്നിൽ വാഴുന്ന കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദാനമായെല്ലാം നൽകുന്ന കാരുണ്യമേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ തിരുലിഖിതം. അതിനാൽ നീ സജ്ജനങ്ങളുടെ പാതയിൽ സഞ്ചരിക്കുക, നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കരുത്. അതിനാൽ നീ സജ്ജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക, നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. നമ്മുടെ സഭയിൽ നമ്മുടെ പിതാക്കന്മാർ ജീവിച്ച പുണ്യ പിതാക്കന്മാർ ജീവിച്ച വിശുദ്ധിയുടെ മാർഗമുണ്ട്. നമ്മുടെ വിശുദ്ധന്മാർ നമുക്ക് ജീവിച്ചു തന്ന വിശുദ്ധിയുടെ മാർഗമുണ്ട്. നമ്മുടെ പ്രവാചകന്മാർ നമ്മോട് സുവിശേഷം പ്രസംഗിച്ച നമ്മുടെ പ്രവാചകന്മാർ നമുക്ക് വേണ്ടി ജീവിച്ച് കാണിച്ചു തന്ന വിശുദ്ധിയുടെ മാർഗമുണ്ട്. ആ വഴി വിട്ടു പോകരുത്, ആ വിശുദ്ധിയുടെ മാർഗം വിട്ടു പോകരുത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയിലേക്കും സത്യസന്ധതയിലേക്കും ദൈവവചന പ്രകാരമുള്ള പുണ്യ ജീവിതത്തിലേക്കുമുള്ള ആന്തരിക ദാഹം നൽകണമേ. തിന്മയിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന പാദങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. വചനത്തിന്റെ പ്രകാശത്തിൽ സഞ്ചരിക്കാൻ തക്കവത് എല്ലാ ജീവിതങ്ങളെ അവിടുന്ന് ക്രമപ്പെടുത്തണമേ. ക്രമരഹിതമായിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ തിന്മയുടെ ആധിപത്യങ്ങളുള്ളവർ, കുടുംബത്തിൽ അന്ധകാരത്തിന്റെ ആധിപത്യമുള്ളവർ, കുടുംബങ്ങളിൽ ദുർവൃത്തി ജീവിക്കുന്ന കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കട്ടെ. വലിയ മാനസാന്തരത്തിന്റെ കൃപ, വലിയ ദൈവിക വിശുദ്ധിയുടെ കൃപ കുടുംബങ്ങളിലേക്ക്, വംശങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം,
ദൈവത്തിന്റെ വചനപ്രകാരമുള്ള വിശുദ്ധി, ഈ മാർഗത്തിൽ ജീവിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കാൻ തക്കവണ്ണം ഇപ്പോൾ സഭയുടെ മേൽ, ഇപ്പോൾ കുടുംബങ്ങളുടെ മേൽ, ഇപ്പോൾ വംശങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അശുദ്ധിയുടെ കോട്ടകൾ തകരട്ടെ, തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ, എല്ലാ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരം കട്ട പിടിച്ച് കിടക്കുന്ന അന്തരീക്ഷങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് ദൈവകൃപയിൽ അഭിമാനം, വിശുദ്ധിയിൽ അഭിമാനം, എളിമയുള്ള ജീവിതത്തിൽ അഭിമാനം, സത്യസന്ധമായ ജീവിതത്തിൽ അഭിമാനം, വചനം പഠിക്കുന്നതിൽ അഭിമാനം, വചനം പറയുന്നതിൽ അഭിമാനം, യേശുവിന്റെ സാക്ഷിയായി ജീവിക്കുന്ന അഭിമാനം ഇപ്പോൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അങ്ങയുടെ ശുശ്രൂഷയിൽ ഇരിക്കുന്നവരെ സ്ഥിരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശുശ്രൂഷകളായി ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരെ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ ശുശ്രൂഷയുള്ള ജീവിതത്തെക്കുറിച്ച് അഭിമാനത്തോടെ ജീവിക്കാൻ തക്കവണ്ണം അത്ഭുതകരമായി സ്ഥിരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മാർഗത്തിൽ നടക്കുന്നവരെ, പുണ്യമാർഗത്തിൽ ചരിക്കുന്നവരെ, ഉപവാസ മാർഗത്തിൽ ചരിക്കുന്നവരെ, ആത്മീയ വ്രതങ്ങളനുസരിച്ച് ജീവിക്കുന്നവരെ അതിൽ അഭിവൃദ്ധിപ്പെടാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ അയച്ച് ഇപ്പോൾ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസവും ദേവാലയത്തിൽ പോകുന്നവരെ, ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നവരെ, സത്യസന്ധമായ ഇടപാടുകൾ ചെയ്യുന്നവരെ, നീതിയുടെ മാർഗത്തിൽ ജീവിക്കുന്നവരെ ഇപ്പോൾ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി അവരുടെ മേൽ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ മേൽ വിശുദ്ധിക്കുള്ള ദാഹമായി പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എന്റെ പേര് ജോയി, തൃശ്ശൂരിനടുത്ത് പാടൂക്കാട് എന്റെ വീട്. ഞാൻ 14 വർഷമായിട്ട് ബ്രെയിൻ ട്യൂമറിന് രോഗിയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി യേശു എന്നിൽ അത്ഭുതമായി പ്രവർത്തിച്ചു. ഞാൻ ഇവിടെ വരുമ്പോൾ 4 ഓപ്പറേഷൻ കഴിഞ്ഞ തലയിൽ കെട്ടായിട്ടാണ് ഇവിടെ ഞാൻ വന്നിരുന്നത്. ഇവിടെ വന്നിരുന്ന സമയത്ത് എന്റെ അടുത്ത് നിന്നവരൊക്കെ എന്നിൽ നിന്ന് മാറിയിരുന്നു പോയി. കാരണം എന്റെ തല പഴുത്ത് ചോര ഒലിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്കത് മനസ്സിലായിരുന്നില്ല. എന്താണ് ഇങ്ങനെ ഉണ്ടാവണമെന്ന് നോക്കി. പിന്നീടാണ് എനിക്ക് തന്നെ ആ വാസന പറ്റാത്തൊരവസ്ഥയായി. ധ്യാനത്തിൽ വന്ന് അഭിഷേകത്തിന്റെ സമയത്ത് കർത്താവ് എന്നിൽ നിന്ന് ആ അത്ഭുതകരമായി ആ രോഗത്തെ എടുത്തു മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ജോലിക്ക് പോവാൻ ആദ്യം പറ്റിയിരുന്നില്ല. ഈ അസുഖമുള്ള സമയത്ത് മാസത്തിൽ 1 ദിവസം 2 ദിവസം ഏറി വന്ന് 7 ദിവസം, അത് കഴിഞ്ഞാൽ ഞാൻ ആകെ പരവശനായിരിക്കും. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് ദൈവം എന്നിൽ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി ജോലി ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം എനിക്ക് ഇടപെടാൻ പറ്റി. ഇപ്പോൾ ഞാൻ ദിവ്യബലിയിലും എല്ലാ കാര്യങ്ങളിലും സംയുക്തമായി ഞാൻ പങ്കെടുക്കുന്നു. ഒരു ദിവസം പോലും ഞാൻ ദിവ്യബലിക്ക് പോവാതിരിക്കുന്നില്ല. ഹല്ലേലൂയ. റേഡിയേഷനും മെഡിസിൻ ഒക്കെ നേരത്തെ എങ്ങനെയായിരുന്നു? കാരണം ആ മാസത്തിലെ 30 ദിവസം കൂടുമ്പോൾ 3 റേഡിയേഷൻ ഇത് നടത്തിയിരുന്നു. അങ്ങനെ 110 റേഡിയേഷൻ ഞാൻ ചെയ്തു. 4800 രൂപ വിലയുള്ള 110 ഇഞ്ചക്ഷനും ഞാൻ ചെയ്തു. ഒരു മനുഷ്യന്റെ ശരാശരി തല 2 വട്ടമാണ് കഴുകുക. എന്റെ തലയിൽ ദൈവം 3 വട്ടം കഴുകാനുള്ള ഒരു അവസരം എനിക്ക് തന്നു. കർത്താവെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞപേക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് മരിക്കണമെങ്കിൽ അങ്ങയുടെ നാമത്തിൽ മരിക്കണം വലിയ ആഗ്രഹമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ ഡോക്ടർമാർ ഈ വ്യക്തിക്ക് ആയുസ് നിശ്ചയിച്ചിരുന്നത് എത്രയാന്ന്? 6 മാസം. 6 മാസത്തിനുള്ളിൽ ഇദ്ദേഹം മരിക്കും എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ധ്യാന ദിവസങ്ങളിൽ യേശുക്രിസ്തു അത്ഭുതകരമായി ഇടപെട്ട് സുഖപ്പെടുത്തി. അത്ഭുതകരമായി യേശുക്രിസ്തു ഈ മകനെ സുഖപ്പെടുത്തി. ഇന്ന് ഒരുപാട് മാസങ്ങൾ യാതൊരു കുഴപ്പവും കൂടാതെ അനുദിനം ജോലിക്ക് പോയി കുടുംബത്തെ പുലർത്തി ഉപജീവനമാർഗം നേടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.